ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയതായിട്ടൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. 10,000 GK ചോദ്യങ്ങളാണ് PSC ബുള്ളറ്റിനിൽ കഴിഞ്ഞ 30 വർഷത്തെ കാലയളവിൽ ചോദിച്ച 10,000 GK ചോദ്യം ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഡെയിലി ഒരു 100 ചോദ്യം വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗദർശിനി വായനശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗദർശിനി വായനശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ്? നിസ്സഹകരണ സമരം. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ്? നിസ്സഹകരണ സമരം. കരിന്തണ്ടൻ എന്ന പേര് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താമരശ്ശേരി ചുരം. കരിന്തണ്ടൻ എന്ന പേര് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താമരശ്ശേരി ചുരം. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്? നിർദ്ദേശക തത്വങ്ങളിൽ. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്? നിർദ്ദേശക തത്വങ്ങളിൽ. പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏത് ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? എഥിലീൻ. പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ ഏത് ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? എഥിലീൻ. അനന്തപത്മനാഭൻ തോപ്പ് എന്നും പേരുള്ള ദ്വീപ്? പാതിരാമണൽ. അനന്തപത്മനാഭൻ തോപ്പ് എന്നും പേരുള്ള ദ്വീപ്? പാതിരാമണൽ. GST കൗൺസിലിൻ്റെ ആസ്ഥാനം? ന്യൂഡൽഹി. GST കൗൺസിലിൻ്റെ ആസ്ഥാനം? ന്യൂഡൽഹി. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥൻ്റെ മേൽ ശരിയായ മറുപടി നൽകുന്നതുവരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? 250 രൂപ. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥൻ്റെ മേൽ ശരിയായ മറുപടി നൽകുന്നതുവരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? 250 രൂപ. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായ വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി? ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന വിധി പുറപ്പെടുവിച്ച കോടതി? ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം? ലോകായുക്ത. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം? ലോകായുക്ത. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ? MN വെങ്കടചെല്ലയ്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ MN വെങ്കടചെല്ലയ്യ. ആദ്യത്തെ ചോദിച്ച രംഗനാഥ് മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ രംഗനാഥ് മിശ്ര. രണ്ടാമത്തേത് MN വെങ്കടചെല്ലയ്യ. ഏതു മണ്ഡലത്തിൽ നിന്നാണ് അമിതാഭ് ബച്ചൻ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? അലഹബാദ്. ഏതു മണ്ഡലത്തിൽ നിന്നാണ് അമിതാഭ് ബച്ചൻ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? അലഹബാദ്. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശം ആർക്കാണ്? കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശം ആർക്കാണ്? കേന്ദ്ര സർക്കാർ. ഒരു ധരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം? മഞ്ഞ. ഒരു ധരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം? മഞ്ഞ. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയിരുന്ന കേരളീയ സമുദായം? നമ്പൂതിരി. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയിരുന്ന കേരളീയ സമുദായം? നമ്പൂതിരി. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി? ജഹാംഗീർ. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി? ജഹാംഗീർ.
ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്താവശ്യത്തിനാണ്? ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനാണ്? ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതാണ്? കണ്ണൻ ദേവൻ. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി. കണ്ണൻ ദേവൻ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി? എസ്.കെ. നായർ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി? എസ്.കെ. നായർ. വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആനന്ദമഠം. അത് ഏത് കൃതി എന്ന് ചോദിച്ചു പറഞ്ഞാൽ നോവലാണ്. വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാണ്? നോവൽ. വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാണ്? നോവൽ. മോഹിനിയും രുക്മാംഗദനും എന്ന പെയിൻറ്റിംഗ് വരച്ചത് രാജാ രവിവർമ്മ. മോഹിനിയും രുക്മാംഗദനും എന്ന പെയിൻറ്റിംഗ് വരച്ചത് രാജാ രവിവർമ്മ. കേസരി ബാലകൃഷ്ണപിള്ളയുടെ രചനകൾ ക്രോഡീകരിച്ചത് എം.എൻ. വിജയൻ. കേസരി ബാലകൃഷ്ണപിള്ളയുടെ രചനകൾ ക്രോഡീകരിച്ചത് എം.എൻ. വിജയൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ദേശീയ വിവരാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. 1952 ഒറീസയുടെ ഗവർണറായത്? ഫസൽ അലി. 1952 ഒറീസയുടെ ഗവർണറായത്? ഫസൽ അലി. ഇന്ത്യൻ പാർലമെൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബിൽ പാസാക്കിയതെന്നാണ്? 2016 ഓഗസ്റ്റിൽ. ഇന്ത്യൻ പാർലമെൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബിൽ പാസാക്കിയതെന്നാണ്? 2016 ഓഗസ്റ്റിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ 18-ാം ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. ഇന്ത്യൻ ഭരണഘടനയുടെ 18-ാം ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. GST നിലവിൽ വന്ന തീയതി? 2017 ജൂലൈ 1. GST നിലവിൽ വന്ന തീയതി? 2017 ജൂലൈ 1. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം? സേവനാവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനം എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം? സേവനാവകാശ നിയമം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ഗാർഡൻ നിലവിൽ വന്നത് എവിടെയാണ്? ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ഗാർഡൻ നിലവിൽ വന്നത് എവിടെയാണ്? ബംഗളൂരു. ഡിജിറ്റൽ സൗണ്ട് റെക്കോർഡിങ്ങിന് ഉപയോഗിക്കുന്ന റേഡിയേഷൻ? ലേസർ. ഡിജിറ്റൽ സൗണ്ട് റെക്കോർഡിങ്ങിന് ഉപയോഗിക്കുന്ന റേഡിയേഷൻ? ലേസർ. ആസൂത്രണ കമ്മീഷന് പകരം ഉള്ള സംവിധാനം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയ തീയതി? 2014 ഓഗസ്റ്റ് 15. ആസൂത്രണ കമ്മീഷന് പകരം ഉള്ള സംവിധാനം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ തീയതി? 2014 ഓഗസ്റ്റ് 15. തോൽവിറക് സമരവും മേച്ചിപ്പുല്ല് സമരവും നടന്ന ജില്ലകൾ? കാസർഗോഡ്, കണ്ണൂർ. തോൽവിറക് സമരം കാസർഗോഡ്, മേച്ചിപ്പുല്ല് സമരം കണ്ണൂർ. ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത്? 1957 ഏപ്രിൽ 27. ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത്? 1957 ഏപ്രിൽ 27. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിൻ? ഗതിമാൻ. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിൻ? ഗതിമാൻ. കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് എന്നീ കൃതികളുടെ കർത്താവാര്? സുബ്രഹ്മണ്യ ഭാരതി. കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് എന്നീ കൃതികളുടെ കർത്താവാര്? സുബ്രഹ്മണ്യ ഭാരതി. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നറിയപ്പെടുന്ന ലോഹം? മാംഗനീസ്. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നറിയപ്പെടുന്ന ലോഹമാണ് മാംഗനീസ്. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി.
ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി. ലോകത്ത് ആദ്യമായി ATM സ്ഥാപിച്ചത് ഏത് ബാങ്കാണ്? ബാർക്ലേസ്. ലോകത്ത് ആദ്യമായി ATM സ്ഥാപിച്ചത് ഏത് ബാങ്കാണ്? ബാർക്ലേസ്. 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് സുഗതകുമാരി. 2017 പ്രഥമ ONV പുരസ്കാര ജേതാവാണ് സുഗതകുമാരി. ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം? അഡിഷൻ. ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം? അഡിഷൻ. SR ഓയിൽസിൻ്റെ ആസ്ഥാനം? മുംബൈ. SR ഓയിൽസിൻ്റെ ആസ്ഥാനം മുംബൈ. ഏതൊക്കെ നദികളാണ് പാട്ടിസിമ പദ്ധതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗോദാവരി, കൃഷ്ണ. ഏതൊക്കെ നദികളാണ് പാട്ടിസിമ പദ്ധതി ബന്ധിപ്പിക്കുന്നത്? ഗോദാവരി, കൃഷ്ണ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലിഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലിഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നവജാത ശിശുക്കളെക്കുറിച്ചുള്ള പഠനമാണ് നിയോനേറ്റോളജി. നവജാത ശിശുക്കളെക്കുറിച്ചുള്ള പഠനമാണ് നിയോനേറ്റോളജി. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ്? 120°C. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവാണ് 120°C. സൂഫി സന്യാസിമാരുടെ അന്ത്യവിശ്രമ സ്ഥലത്തിലേക്കുള്ള തീർത്ഥയാത്ര? സിയാറത്ത്. സൂഫി സന്യാസിമാരുടെ അന്ത്യവിശ്രമത്തിലേക്കുള്ള തീർത്ഥയാത്രയാണ് സിയാറത്ത്. ചന്ദ്രമുഖി വിലാസം രചിച്ചതാര്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ചന്ദ്രമുഖി വിലാസം രചിച്ചതാര്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കിഫ്ബി എന്നതിൻ്റെ പൂർണ്ണരൂപം? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. കിഫ്ബിയുടെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏതു വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുമരകം. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏതു വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുമരകം. ശ്രീമൂലവാസം ഏതു രീതിയിലാണ് പ്രസിദ്ധം? ബുദ്ധമത കേന്ദ്രം. ശ്രീമൂലവാസം ഏതു രീതിയിലാണ് പ്രസിദ്ധം? ബുദ്ധമത കേന്ദ്രം. 1952 ഒരു ലാൻഡ് റെക്ലമേഷൻ സ്കീം തയ്യാറാക്കി തിരുക്കൊച്ചി സർക്കാരിന് സമർപ്പിച്ചത്? വേലുക്കുട്ടിയാരയൻ. 1952 ഒരു ലാൻഡ് റെക്ലമേഷൻ സ്കീം തയ്യാറാക്കി തിരുക്കൊച്ചി സർക്കാരിന് സമർപ്പിച്ചതാര്? വേലുക്കുട്ടിയാരയൻ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ക്ലൈമറ്റ് ഏതിൽപ്പെടുന്നു? കൺകറൻറ്റ് ലിസ്റ്റ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ക്ലൈമറ്റ് ഏതിൽപ്പെടുന്നു? കൺകറൻറ്റ് ലിസ്റ്റ്. ഏതു പ്രധാനമന്ത്രിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസാക്കിയത്? രാജീവ് ഗാന്ധി. ഏതു പ്രധാനമന്ത്രിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസാക്കിയത്? രാജീവ് ഗാന്ധി. കേരളത്തിൻ്റെ ആദ്യത്തെ ലോകായുക്ത? ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. കേരളത്തിൻ്റെ ആദ്യത്തെ ലോകായുക്ത ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. സ്വന്തമായി നിയമനിർമ്മാണ സഭ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? പാർലമെൻറ്റ്. സ്വന്തമായി നിയമനിർമ്മാണ സഭ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? പാർലമെൻറ്റ്. വോട്ടർ പട്ടികയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? 325. വോട്ടർ പട്ടികയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 325. ആരോഗ്യമുള്ള മനസ്സിൻ്റെ സൃഷ്ടിയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത്? അരിസ്റ്റോട്ടിൽ. ആരോഗ്യമുള്ള മനസ്സിൻ്റെ സൃഷ്ടിയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ. ഭരണഘടനയുടെ ആമുഖം അതിൻ്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് നാനി പൽക്കിവാല. ഭരണഘടനയുടെ ആമുഖത്തെ അതിൻ്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചതാരെ? നാനി പൽക്കിവാല. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും
ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടെ ഈ വാക്കുകൾ? മെക്കാളെ പ്രഭു. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭു. ഏതു നദിയുടെ തടപ്രദേശമാണ് ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്നത്? ദാമോദർ. ഏത് നദിയുടെ തടപ്രദേശമാണ് ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്നത്? ദാമോദർ. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം? ദ്രാസ് താഴ്വര. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം? ദ്രാസ് താഴ്വര. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്? 1851. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1851. ഇന്ത്യയുടെ കിഴക്കേ അറ്റം? കിബിത്തു. കർണാടകത്തിലെ കാപ്പി കൃഷിക്ക് അനുയോജ്യമായ ഉഷ്ണമേഖലാവാദം? ചെറി ബ്ലോസം. കർണാടകത്തിലെ കാപ്പി കൃഷിക്ക് അനുയോജ്യമായ ഉഷ്ണമേഖലാവാദം? ചെറി ബ്ലോസം. ഗിർനാർ പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി ഏത്? താപ്തി. ഗിർനാർ പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി ഏത്? താപ്തി. ഹിമാചൽ പ്രദേശിൻ്റെ 2ാം തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ധർമ്മശാല. ഹിമാചൽ പ്രദേശിൻ്റെ 2ാം തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ധർമ്മശാല. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ? 1-44-44. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1-44-44. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം? ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം? ഉപദ്വീപീയ പീഠഭൂമി. അക്ബാരീസ് ലാത്തി ക്ലബ് എന്നിവയ്ക്ക് രൂപം നൽകിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്? ബാലഗംഗാധര തിലകൻ. അക്ബാരീസ് ലാത്തി ക്ലബ് എന്നിവയ്ക്ക് രൂപം നൽകിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്? ബാലഗംഗാധര തിലകൻ. ഒറ്റനോട്ടത്തിൽ. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നു തുടങ്ങുന്ന ഗാനം രചിച്ചത്? പന്തളം KP രാമൻപിള്ള. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നു തുടങ്ങുന്ന ഗാനം രചിച്ചത്? പന്തളം KP രാമൻപിള്ള. ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത്? പന്തളം കേരളവർമ്മ. ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത്? പന്തളം കേരളവർമ്മ. കേരളത്തിലെ ജില്ലകളിൽ കടൽ തീരം ഏറ്റവും കൂടുതൽ കണ്ണൂരും ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചോദിച്ചാൽ ചേർത്തലയും. കേരളത്തിലെ ജില്ലകളിൽ കടൽ തീരം ഏറ്റവും കൂടുതൽ കണ്ണൂരാണ്, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്കാണ് ചേർത്തല. പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഏറ്റവും ജനസംഖ്യ കൂടിയത് മലപ്പുറമാണ്. ജ്ഞാൻ വിജ്ഞാൻ വിമുക്ത എന്നത് എന്തിൻ്റെ ആപ്തവാക്യമാണ്? UGC. ജ്ഞാൻ വിജ്ഞാൻ വിമുക്ത എന്നത് എന്തിൻ്റെ ആപ്തവാക്യമാണ്? UGC. ഭാരത് നിർമ്മാൺ ആരംഭിച്ച പ്രധാനമന്ത്രി? ഡോക്ടർ മൻമോഹൻ സിംഗ്. ഭാരത് നിർമ്മാൺ ആരംഭിച്ച പ്രധാനമന്ത്രി? ഡോക്ടർ മൻമോഹൻ സിംഗ്. ഭാരത് നിർമ്മാൺ ആരംഭിച്ച പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അക്ബറിൻ്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായും ചിത്രരൂപത്തിലേക്ക് മാറ്റിയത്? ദസ്വന്ത്. അക്ബറിൻ്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായും ചിത്രരൂപത്തിലേക്ക് മാറ്റിയത്? ദസ്വന്ത്. ലാവാശിലകളുടെ ശിഥിലീകരണത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണാണ് ബ്ലാക്ക് സോയിൽ. ലാവാശിലകളുടെ ശിഥിലീകരണത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണ് ബ്ലാക്ക് സോയിൽ. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ഇന്ത്യ, പാക്. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ്റെ ആസ്ഥാനം? ന്യൂഡൽഹി. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിൻ? മേധ. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിൻ? മേധ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിളിക്കുന്നത്? ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിളിക്കുന്നത്? ബംഗാൾ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്.
ഇതാരുടെ വാക്കുകളാണ്? DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇതാരുടെ വാക്കുകളാണ്? DS കോത്താരി. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ആദ്യമായി തടവിലാക്കപ്പെട്ട വനിത? രുക്മിണി ലക്ഷ്മിപതി. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ആദ്യമായി തടവിലാക്കപ്പെട്ട വനിത? രുക്മിണി ലക്ഷ്മിപതി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിരാഹാര വ്രതം അനുഷ്ഠിച്ചത്? ഇറോം ശർമിള. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിരാഹാര വ്രതം അനുഷ്ഠിച്ച് സമരം നടത്തിയ വനിതയാണ് ഇറോം ശർമിള. നാഗാലാൻഡ് അറിയപ്പെടുന്നത്? ഉത്സവങ്ങളുടെ നാട്. ഉത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്? നാഗാലാൻഡ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ആദിമ നിവാസികൾ അറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെടുന്നു? നീഗ്രോയിഡ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ആദിമ നിവാസികൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? നീഗ്രോയിഡ്. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലിയുടെ ആസ്ഥാനം? സിൽവാസ. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലിയുടെ ആസ്ഥാനം? സിൽവാസ. ഇന്ത്യയുടെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം? മൈസൂർ. ഇന്ത്യയുടെ ആദ്യത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം? മൈസൂർ. വംശീയതലത്തിലെ വൈവിധ്യം കാരണം ഇന്ത്യയെ എത്നോളജിക്കൽ മ്യൂസിയം എന്ന് വിശേഷിപ്പിച്ചത്? VA സ്മിത്ത്. വംശീയതലത്തിലെ വൈവിധ്യം കാരണം ഇന്ത്യയെ എത്നോളജിക്കൽ മ്യൂസിയം എന്ന് വിശേഷിപ്പിച്ചത്? VA സ്മിത്ത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല? വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല? വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല. ഇന്ത്യൻ സെൻസസ് ദിനം എന്നറിയപ്പെടുന്നത്? ഫെബ്രുവരി 9. ഇന്ത്യൻ സെൻസസ് ദിനം എന്നറിയപ്പെടുന്നത്? ഫെബ്രുവരി 9. ബ്രാഹ്മണ മേധാവിത്വത്തെ വെല്ലുവിളിച്ച ഗുലാംഗിരി എന്ന പുസ്തകം രചിച്ചതാര്? ജ്യോതിറാവു ഫുലെ. ബ്രാഹ്മണ മേധാവിത്വത്തെ വെല്ലുവിളിച്ച ഗുലാംഗിരി എന്ന പുസ്തകം രചിച്ചതാര്? ജ്യോതിറാവു ഫുലെ. 1857 കലാപ സമയത്ത് ബ്രിട്ടീഷുകാരെ എതിർത്ത ജാട്ട് നേതാവ്? ഷാമാൽ. 1857 സമരത്തിൽ ബ്രിട്ടീഷുകാരെ എതിർത്ത ജാട്ട് നേതാവാണ് ഷാമാൽ. നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത്? കപ്പന കണ്ണൻ മേനോൻ. നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോൻ. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് ഉപദേശിച്ചത്? K പരമപിള്ള. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത്? പരമപിള്ള. പൊന്മുടി സുഖവാസ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലാണ്. പൊന്മുടി അണക്കെട്ട് ഇടുക്കി ജില്ലയിലാണ്. പൊന്മുടി സുഖവാസ കേന്ദ്രം തിരുവനന്തപുരം ജില്ല. പൊന്മുടി അണക്കെട്ട് ഇടുക്കി ജില്ല. പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യ MLA? ഡോക്ടർ AR മേനോൻ. പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യ MLA? ഡോക്ടർ AR മേനോൻ. മന്ത്രി? VK വേലപ്പൻ. പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യ മന്ത്രി? VK വേലപ്പൻ. പ്രാചീന കേരളത്തിലെ ജൂത വ്യാപാരികളുടെ സംഘം 5 എണ്ണം? പ്രാചീന കേരളത്തിലെ ജൂത വ്യാപാരികളുടെ സംഘം 5 എണ്ണം. പ്രാചീന കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികളുടെ സംഘം മണിഗ്രാമം. പ്രാചീന കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികളുടെ സംഘം മണിഗ്രാമം. ഉപനയന ചടങ്ങിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രാചീന ഗ്രന്ഥം? ശതപാത ബ്രാഹ്മണം. ഉപനയന ചടങ്ങിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രാചീന ഗ്രന്ഥം? ശതപാത ബ്രാഹ്മണം. റീഗർ സോയിൽ എന്നും അറിയപ്പെടുന്നത്? ബ്ലാക്ക് സോയിൽ. റീഗർ സോയിൽ എന്നും അറിയപ്പെടുന്നത്? ബ്ലാക്ക് സോയിൽ. കഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ 2 ഭാഗങ്ങളായി വിഭജിച്ച വർഷം? 1905 ജൂലൈ 20. കഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ 2 ഭാഗങ്ങളായി വിഭജിച്ച വർഷം? 1905 ജൂലൈ 20. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ച 1-ാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരിയാണ് ഝാൻസി റാണി. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ സ്വതന്ത്ര ഭരണം നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ച 1-ാം സ്വാതന്ത്ര്യ സമര വിപ്ലവകാരിയാണ് ഝാൻസി റാണി. കമ്പരാമായണത്തിൻ്റെ കർത്താവായ കമ്പർ
ഏതു സംസ്ഥാനത്ത് ജീവിച്ചിരുന്ന ആളാണ്? തമിഴ്നാട്. കമ്പ രാമായണത്തിൻ്റെ കർത്താവായ കമ്പർ ഏതു സംസ്ഥാനത്ത് ജീവിച്ചിരുന്നയാളാണ്? തമിഴ്നാട്. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത്? ആൽബർട്ട് ഐൻസ്റ്റീൻ. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത്? ആൽബർട്ട് ഐൻസ്റ്റീൻ. എ ലോങ് വേ എന്ന പുസ്തകം രചിച്ചത്? VP നരസിംഹറാവു. എ ലോങ് വേ എന്ന പുസ്തകം രചിച്ചതാര്? VP നരസിംഹറാവു. മുഴുവൻ പാർലമെൻറ്റ് അംഗങ്ങളും അവരുടെ മണ്ഡലത്തിലെ ഒരു ഗ്രാമത്തെ ദത്തെടുത്ത് മാതൃകാ ഗ്രാമമാക്കി വികസിപ്പിക്കുന്ന പദ്ധതിയാണ് സൻസദ് ആദർശ് ഗ്രാമ യോജന. ഇമ്പോർട്ടൻ്റ് ആണ്. മുഴുവൻ പാർലമെൻറ്റ് അംഗങ്ങളും അവരുടെ മണ്ഡലത്തിലെ ഒരു ഗ്രാമത്തെ ദത്തെടുത്ത് മാതൃകാ ഗ്രാമമായി വികസിപ്പിക്കാനുള്ള പദ്ധതിയാണ് സൻസദ് ആദർശ് ഗ്രാമ യോജന. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിനു മുമ്പ് A.O. ഹ്യൂം സ്ഥാപിച്ച സംഘടന? ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പ് അലൻ ഒക്ടേവിയൻ ഹ്യൂം A.O. ഹ്യൂം സ്ഥാപിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. കാർട്ടേഴ്സ് സമ്പ്രദായം ഏത് യൂറോപ്യൻ ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോർച്ചുഗീസ്. കാർട്ടേഴ്സ് സമ്പ്രദായം ഏത് യൂറോപ്യൻ ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോർച്ചുഗീസ്. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ഗ്രീസ് പുരട്ടിയ കാഡ്രിച്ചുള്ള എൻഫീൽഡ് റൈഫിൾ പുതുതായി ഏർപ്പെടുത്തിയത് 1857 ജനുവരിയിൽ. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ഗ്രീസ് പുരട്ടിയ കാഡ്രിച്ചുള്ള എൻഫീൽഡ് റൈഫിൾ പുതിയതായി ഏർപ്പെടുത്തിയത് 1857